അക്ഷരാർത്ഥത്തിൽ രാജ്യം കാത്തിരുന്ന ഈ നിമിഷം, ആ നിമിഷത്തിന് ഏറ്റവും അനുയോജ്യമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി തന്നെയാണ് ഇക്കാര്യം ലോകത്തെ അറിയിക്കുന്നത്. നമ്മൾ സുപ്രധാനമായ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞരെയും അഭിനന്ദിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇനി ISROയുടെ ഭാഗത്ത് നിന്ന് ഈ ദൗത്യത്തിൻ്റെ മറ്റ് ഘടകങ്ങളെക്കുറിച്ച് വിശദീകരണം വരാണ്ടിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ISRO മേധാവിയുടെ ഭാഗത്ത് നിന്നൊരു വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 126 ദിവസത്തെ ആ യജ്ഞത്തിന് അത് പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇനി 5 വർഷം ലഗ്രാൻഡ് പോയിന്റിൽ ലഗ്രാൻഡ് 1-ൽ നിന്ന് ആദിത്യ L1 സൂര്യനെ പഠിക്കും. സൂര്യനെ പഠിക്കാൻ വേണ്ടി 7 പെലോഡുകളാണ് ഈ പേടകത്തിലുള്ളത്. 7 പെലോഡുകൾ എന്ന് പറയുന്നത് ആ സൂര്യനിലെ കിരണകം എത്രത്തോളം കിരണങ്ങളാണ് ആ സൂര്യനിൽ നിന്ന് പ്രവഹിക്കുന്നത്, അത് എങ്ങനെയാണ് സാറ്റലൈറ്റുകളെ ബാധിക്കുന്നത് തുടങ്ങിയ 7 പെലോഡുകളുണ്ട്. ആ 7 പെലോഡുകൾ വച്ച് നമ്മുടെ സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെ കൂടി അത് ബാധിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഭാവി കൂടി നിർണ്ണയിക്കുന്ന തരത്തിലേക്കുള്ള പഠനങ്ങളാണ് നടത്താൻ പോകുന്നത്. 126 ദിവസത്തെ യാത്രയാണ് ആദിത്യ L1 നടത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്തേക്കുള്ള ദൂരത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. 4 രാജ്യങ്ങളാണ് ഇതിനു മുമ്പ് ഈ ദൗത്യം, സൂര്യനിലേക്കുള്ള ഒരു ദൗത്യം നടത്തിയിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ISRO കൂടി ഒരു ഭാഗമായിരിക്കുന്നു. ഈ 5 കൊല്ലമാണ് ഈ നമ്മുടെ ആദിത്യ L1 പ്രവർത്തിക്കുന്നത്. ഈ 5 കൊല്ലം എന്ന് പറയുന്നത് 24x7 എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഭൂമിയെ ചുറ്റുന്നത് പോലെ തന്നെ സൂര്യന് ചുറ്റും നമ്മുടെ പേടകം ആദിത്യ L1 ചുറ്റിക്കറങ്ങും. അവിടെ 7 പെലോഡുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 7 പെലോഡുകളാണ് ഈ ആദിത്യ L1-ലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊറോണ എന്ന് പറയുന്ന ആ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാനുള്ളതാണ്. ഈ സൂര്യനിലുണ്ടാകുന്ന താപവ്യതിയാനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കിരണങ്ങളോ കണികകളിലോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എത്രത്തോളമാണെന്ന് തിരിച്ചറിയാനായാൽ, അതിൻ്റെ ആഘാതം എത്രത്തോളമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാകും. ലോകത്തിന് സമ്മാനിക്കുക മറ്റ് ശാസ്ത്രമേഖലകൾക്കും വലിയ നേട്ടം തന്നെയാകും ഇത് സമ്മാനിക്കാൻ പോകുന്നത്. ഈ അസ്ട്രോണാറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അയച്ച ഒരു സാറ്റലൈറ്റ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 5 വർഷ കാലയളവോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലയളവിലേക്ക് ആദിത്യ L1 എന്ന് പറയുന്ന നമ്മുടെ ഈ അഭിമാന ദൗത്യം, അർക്കനരികിലുള്ള ഈ അഭിമാന പേടകം അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. രാജ്യത്തിൻ്റെ അഭിമാനമായി ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടുകൂടി ISROയെ മാറ്റുന്ന ഒരു ദൗത്യം തന്നെയാണ്. 126 ദിവസത്തെ ദൗത്യം അത് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയുള്ള ഓരോ നിമിഷവും ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇവിടെ സൂര്യനിൽ ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്, അവിടെ ഇന്ന മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിനനുസരിച്ച ശാസ്ത്രലോകത്തെ പുതിയ ദൗത്യങ്ങൾക്ക് മാറ്റം വരുത്താനും ലോകത്തിന് കഴിയും. 4 രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും തലയെടുപ്പോടെ നിൽക്കുന്നു.